ഞാൻ ഫോർട്ട് കൊച്ചി SHO ആണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു പരാതി, ഒരാൾ തൻ്റെ വാട്സപ്പിൽ ഒരു MBD എംബ്ലമുള്ള ഒരു മെസ്സേജ് ലഭിക്കുകയും ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ ലിങ്കിൽ കയറി അതിൻ്റെ ചെല്ലാൻ ഡീറ്റെയിൽസ് പരിശോധിക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ പേര്, ഫോൺ നമ്പർ, ആധാർ നമ്പർ എന്നിവ അതിൽ കൊടുക്കുകയും ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുകയും IT ഉദ്യോഗസ്ഥനായ അദ്ദേഹം അപകടം മനസ്സിലാക്കി പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. ഉടൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ നെറ്റ് ബാങ്കിങ് റീസെറ്റ് ചെയ്തതായിട്ട് ഒരു മെസ്സേജ് ലഭിക്കുകയും ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് 4,30,000 രൂപ വന്നതായിട്ട് ഒരു മെസ്സേജ് ലഭിക്കുകയും ചെയ്തു. ഉടനെ തന്നെ കുറേ OTPകൾ വന്ന് പല ട്രാൻസാക്ഷനിലൂടെ ഇദ്ദേഹത്തിൻ്റെ ഈ 4,30,000 രൂപയും കൂടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 3,000 രൂപയും ഉൾപ്പെടെ മുഴുവൻ തുകയും പിൻവലിച്ചതായിട്ടുള്ള മെസ്സേജ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരം എംബ്ലങ്ങളോടുകൂടിയ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എംബ്ലങ്ങളോടുകൂടിയ മെസ്സേജുകൾ വരികയും ആ മെസ്സേജിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ലിങ്ക് ഉപയോഗിക്കുന്ന സമയം നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനും അതുവഴി നമ്മുടെ പണം നഷ്ടപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം മെസ്സേജുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഒരു കാരണവശാലും രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ ഓപ്പൺ ചെയ്യരുത്. ഇത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ ഇടയാക്കും.